ഹായ്, ഞാനാണേ. ഇന്ന് ഫുള്ള് ക്ലീനിങ് ആണ്. ഫ്രണ്ട് ഓഫീസ് ശരത്തിനൊക്കെ ക്ലീൻ ചെയ്യുന്നു ഞാനും. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിക്കുന്നത്. ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് സോജു ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കി. എഗ് ബിരിയാണി തന്നെ. ശരത്തേട്ടന് അത് തുറക്കാനുള്ളൊരു വെത്രപ്പാടിലാണ്. എന്തരടേ ഇത് തുറക്കാത്തത്. അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്നും പറഞ്ഞിരുന്നപ്പോൾ അതും നടക്കുന്നില്ല. തുറന്നങ്ങനെ സെറ്റ്. നമ്മൾ സാധാ അരി കൊണ്ട് ഉണ്ടാക്കിയ റൈസാണ്. എഗ് റൈസ് ഉണ്ടാക്കി സാധാ അരിയാണ്. ബിരിയാണി റൈസ് ഉണ്ടല്ലോ, ഉണ്ട് നല്ല അടിപൊളി മുന്തിരി, നല്ല തുറന്ന് നല്ല മണം ഉണ്ടായിരുന്നേ. ഇതാണ് നമ്മൾ സോജു. സോജു ഉണ്ടാക്കിയിട്ട് സോജു എല്ലാം അങ്ങനെ വിളമ്പുവാണ്. മുട്ടക്കറിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കോരി ആവശ്യത്തിലധികം എല്ലാവർക്കും വിളമ്പ്. ഒരു സന്തോഷമാണോ. നല്ല സൺഡേ ആയതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. സോജു അങ്ങനെ കോരിയിട്ടു. സോജു അങ്ങ് ഇരുന്ന് അച്ചാർ മേടിച്ചോണ്ട്. അപ്പോൾ സോജുവിൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു, അതെന്തൊരു പണിയാണ് കാണിച്ചാൽ, ഞങ്ങൾക്ക് എന്താ വിളമ്പുന്നില്ലേ. സോജു പറഞ്ഞു വിളമ്പാ. അങ്ങനെ സോജു അപ്പം ബായിക്കും ഒക്കെ വിളമ്പി. നല്ല അടിപൊളിയിലെ സെറ്റ്. കാണാൻ തന്നെ ഒരു കളർഫുൾ, നല്ല മണം ഉണ്ടായിരുന്നു. സമ്മതിച്ചു കൊടുക്കണേ. ശരത്തെണ്ണന് വിളമ്പി. അങ്ങനെ ശരത്തെണ്ണന് വലിയൊരു മുട്ട വന്ന് വീണു പെട്ടെന്ന് തന്നെ. 2 മുട്ട വീണു കേട്ടോ ശരത്തെണ്ണന്. പിന്നെ എനിക്ക് എൻ്റെ മുട്ട പൊട്ടിപ്പോയി. പക്ഷേ എന്ത് ചെയ്യാനാ, എല്ലാവർക്കും നല്ല മുട്ട കിട്ടി, എനിക്ക് മാത്രം പൊട്ടിയ മുട്ടയായിപ്പോയി. നല്ല അടിപൊളി കളറും നല്ല മസാലയും ഒക്കെ ആയിട്ട് അങ്ങനെ എഗ് റൈസ് സോജു വാരിയിടുക. ഉള്ള എന്തായാലും മുട്ട പൊട്ടയാലും കിട്ടി, കുഴപ്പമില്ല. ഞാൻ എന്ത് ചെയ്തു, സോജുവിന് മുട്ട അങ്ങ് എടുത്തു. എന്നിട്ട് എൻ്റെ പൊട്ടിയ മുട്ട സോജുവിനും കൊടുത്തു. കൊള്ളല്ലേ. സലാഡും അച്ചാറും. സലാഡും സോജു ഉണ്ടാക്കി, അച്ചാർ നമ്മൾ വാങ്ങി. സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളുണ്ടാക്കി വെച്ച മുന്തിരി ജ്യൂസും കൂടെ ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ എടുത്ത് കുടിച്ചു ഞങ്ങളെല്ലാം.